Good morning, students. Welcome to EduLine. So, നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് അരിത്തമാറ്റിക് പൈപ്പ്ലൈൻ ഡിസൈൻ. സോ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് എന്ത് വരും? ഫിക്സഡ് പോയിന്റ് ഓപ്പറേഷൻസും വരും, ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസും വരും അല്ലെ. സോ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിജർ നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് പോയിന്റ് വരുന്ന നമ്പേഴ്സ്. സോ ഫിക്സഡ് പോയിന്റ് ഓപ്പറേഷൻസും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസും അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് അല്ലെ. ഒന്നുകിൽ ഈ ഒരു ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് ഒന്നുകിൽ ഇത് നമ്മുടെ പ്രോസസർ ചിപ്പിനുള്ളിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം IEEE എന്ന് പറയുന്നത് അവർ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 32 ബിറ്റ് അല്ലെങ്കിൽ 64 ബിറ്റ് നമ്പേഴ്സിന് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IEEEയുടെ 754 സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ ആ സ്റ്റാൻഡേർഡ് ആണ് സാധാരണ എല്ലാ കമ്പ്യൂട്ടേഴ്സും, ഇപ്പോഴുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് IEEE 754 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് ഈ സ്റ്റാൻഡേർഡിലാണ് എന്ത് 32 ബിറ്റും 64 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫിക്സഡ് പോയിന്റ് ഓപ്പറേഷൻസ് നമ്മൾ പറഞ്ഞു. ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിജർ ഓപ്പറേഷൻസ് ആണ് ഫിക്സഡ് പോയിന്റ് ഓപ്പറേഷൻസ് അല്ലെ. അപ്പം സാധാരണഗതിയിൽ ഈ ഒരു കമ്പ്യൂട്ടറിൽ 2's കോംപ്ലിമെന്റ് നൊട്ടേഷൻസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക ഈ ഫിക്സഡ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫിക്സഡ് പോയിന്റ് വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് കുറച്ചുകൂടെ എളുപ്പമാണ്. അതായത് സീറോ വരെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. സോ അതുകൊണ്ടാണ് 2's കോംപ്ലിമെന്റ് നൊട്ടേഷൻസ് ആണ് സാധാരണ കമ്പ്യൂട്ടേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഫിക്സഡ് പോയിന്റ് ഓപ്പറേഷൻസ് അതിൽ ഫിക്സഡ് പോയിന്റ് നമ്പേഴ്സിൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഡിങ് ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലൈ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. സോ ഇതാണ് 4 പ്രിമിറ്റീവ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, നമുക്കറിയാം രണ്ട് n ബിറ്റ് ഇൻഡിജേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്ന ഒരു n ബിറ്റ് നമ്പർ ആയിരിക്കും അല്ലെ. n ബിറ്റ് നമ്പർ തന്നെയായിരിക്കും. പിന്നെ അവിടെ ഒരു ക്യാരി ജനറേറ്റ് ചെയ്യാം അല്ലെ, ഒരു അറ്റ്മോസ്റ്റ് 1 ക്യാരി ജനറേറ്റ് ചെയ്യാം അങ്ങനെ ഒരു കേസിൽ. ഓക്കെ, ദെൻ രണ്ട് n ബിറ്റ് നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് 2n ബിറ്റ് ആയിരിക്കും. 2n ബിറ്റ് ലെങ്ത് ഉള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് രണ്ട് n ബിറ്റുകളെ തമ്മിൽ n ബിറ്റ് നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 2n ബിറ്റ് റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ട് മെമ്മറി വേർഡ്സ് അല്ലെങ്കിൽ രണ്ട് രജിസ്റ്റേഴ്സ് വേണ്ടി വരും. ഈ കംപ്ലീറ്റ് ഫുൾ പ്രിസിഷൻ റിസൾട്ടിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് രണ്ട് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് മെമ്മറി വേർഡ്സ് വേണ്ടി വരും. ഓക്കെ, പിന്നെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു n ബിറ്റ് നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരും? കോഷ്യൻസും റിമൈൻഡറും ജനറേറ്റ് ചെയ്യാം അല്ലെ. സോ ആർബിട്രറി ലെങ്തിലുള്ള അല്ലെ ആർബിട്രറി ലോങ് ആയിട്ടുള്ള കോഷ്യന്റും അല്ലെ റിമൈൻഡർ ഒക്കെ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക ജനറേറ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പെയർ ആയിട്ടാണ് M, E. M എന്ന് പറയുന്നത് മാൻഡീസയാണ്, E എന്ന് പറയുന്ന എക്സ്പോണന്റ് ആണ്. സോ M, E ഈ ഒരു ഫോർമാറ്റിലാണ്, മാൻഡീസ എക്സ്പോണന്റ് ഫോർമാറ്റിലാണ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നത് IEEE 754 സ്റ്റാൻഡേർഡിലുള്ള ഒരു 32 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ ആ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ ഏറ്റവും ആദ്യം തന്നിരിക്കുന്നത് 0 എന്ന് തന്നിരിക്കുന്നത് ഇവിടെ സൈൻ ബിറ്റ് ആണ് വരുന്നത്, ഈ ഒരു പൊസിഷനിൽ വരുന്ന സൈൻ ബിറ്റ് ആണ്. ദെൻ ഇവിടെ 1 മുതൽ 8 വരെ ലെങ്തിലാണ് എക്സ്പോണന്റ് വരുന്നത്. ദെൻ 9 to 31 വരെ മാൻഡീസ പാർട്ട് ആയിരിക്കും. സോ ഇതാണ് IEEE 754 32 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു 32 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മാൻഡീസ എക്സ്പോണന്റ് ഈ ഒരു രീതിയിലായിരിക്കും റെപ്രസെന്റേഷൻ കമ്പ്യൂട്ടറിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് അരിത്തമാറ്റിക് പൈപ്പ് ലൈൻ. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് സ്റ്റാറ്റിക് അരിത്തമാറ്റിക് പൈപ്പ് ലൈൻ. നമുക്കറിയാം ALU പെർഫോംസ് ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ സെപ്പറേറ്റ്ലി അല്ലെ. ഫിക്സഡ് പോയിന്റും ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസും അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഫിക്സഡ് പോയിന്റ് യൂണിറ്റിനെയാണ് നമ്മൾ ഇൻഡിജർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഒന്നുകിൽ പ്രോസസറിന്റെ പാർട്ടായിട്ട് വരും, അല്ലെങ്കിൽ സെപ്പറേറ്റ് കോ പ്രോസസർ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്
യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്റിജർ യൂണിറ്റ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെൻട്രൽ പ്രോസസറിന്റെ ആ ഒരു പാർട്ടിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും, അല്ലെങ്കിൽ സെപ്പറേറ്റ് കോ പ്രോസസർ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് അരിത്തമാറ്റിക് യൂണിറ്റ് പെർഫോം സ്കെയിലാർ ഓപ്പറേഷൻസ്. സോ ഇത് പെർഫോം ചെയ്യുന്നത് സ്കെയിലാർ ഓപ്പറേഷൻസ് ആയിരിക്കും. പിന്നെ ഇവിടെ വരുന്ന സ്കെയിലാർ അരിത്തമാറ്റിക് പൈപ്പ് ലൈനിനെ കൺട്രോൾ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ലൂപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പൈപ്പ് ലൈനിനെ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇവിടെ വെക്ടർ ഓപ്പറേഷൻസും പോസിബിൾ ആണ്, സ്കെയിലാർ ഓപ്പറേഷൻസും പോസിബിൾ ആണ് ഈ സ്റ്റാറ്റിക് അരിത്തമാറ്റിക് പൈപ്പ് ലൈനിൽ. ഓക്കെ, ദെൻ അരിത്തമാറ്റിക് പൈപ്പ് ലൈൻ സ്റ്റേജസ്. ഈ അരിത്തമാറ്റിക് പൈപ്പ് ലൈൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൻ ആയിട്ട് എന്താണ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ടും വരുന്ന ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻസ് വരുന്നുണ്ട് അല്ലെ. ബേസിക് ആയിട്ടുള്ള ആഡ് ഓപ്പറേഷൻസും ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻസും ആണ് കൂടുതലും ഈ ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൽ, ബേസിക് ആയിട്ടുള്ള അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൽ വരുന്നത്. ഓക്കെ, അപ്പം ആഡഡ് ലോജിക്കും ഷിഫ്റ്റ് ലോജിക്കും യൂസ് ചെയ്തിട്ടാണ് ഈ അരിത്തമാറ്റിക് പൈപ്പ് ലൈൻ സ്റ്റേജുകൾ മെയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സ്റ്റേജ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആർഡർ നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എക്സ്പോണന്റിനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഇനി ഈക്വലൈസ് ചെയ്യുക അല്ലെ. സ്റ്റേജ് 1 നമ്മൾ എക്സ്പോണന്റിനെ കമ്പയർ ചെയ്യും, ദെൻ അതിനെ ഈക്വലൈസ് ചെയ്യും. സോ ഇത് ചെയ്യുന്നത് ഇന്റിജർ ആർഡറും പിന്നെ ഷിഫ്റ്ററും യൂസ് ചെയ്തിട്ടാണ്. അപ്പം ആർഡറും യൂസ് ചെയ്യുന്നുണ്ട്, ആർഡർ ലോജിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റിംഗ് ലോജിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആർഡറും ഷിഫ്റ്ററും യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പോണന്റിനെ കമ്പയർ ചെയ്യുന്നതും ഈക്വലൈസ് ചെയ്യുന്നതും. സോ സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യുന്നത് ഫ്രാക്ഷൻ അഡീഷൻ ആണ്. അത് ചെയ്യുന്നത് ഒരു ക്യാരി ലുക്ക് ഹെഡ് ആർഡർ, ഒരു ഹൈ സ്പീഡ് ക്യാരി ലുക്ക് ഹെഡ് ആർഡർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രാക്ഷൻ അഡീഷൻ ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രാക്ഷനെ നോർമലൈസ് ചെയ്യുക അല്ലെ. എന്നിട്ട് എക്സ്പോണന്റിനെ റീഅഡ്ജസ്റ്റ് ചെയ്യുക, ഫ്രാക്ഷനെ നോർമലൈസ് ചെയ്തിട്ട് എക്സ്പോണന്റിനെ റീഅഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ അവിടെയും ഷിഫ്റ്റർ ലോജിക്കും അഡീഷണൽ ലോജിക്കും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അരിത്തമാറ്റിക് പൈപ്പ് ലൈൻ സ്റ്റേജുകളിൽ മെയിൻ ആയിട്ട് വരുന്നത് ഷിഫ്റ്റിംഗ് ലോജിക്കും പിന്നെ എന്താണ് ഒരു അഡീഷൻ ലോജിക്കുമാണ് വരുന്നത് അല്ലെ. ഇനി നമുക്കറിയാം ഷിഫ്റ്റിംഗ് ലോജിക് എന്ന് പറയുന്നത് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഷിഫ്റ്റിംഗ് ലോജിക്ക് ഷിഫ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, അരിത്തമാറ്റിക് ഷിഫ്റ്റിംഗ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അഡീഷന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹൈ സ്പീഡ് അഡീഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. സോ അഡീഷന് വേണ്ടിയിട്ട്, അതായത് ഫ്രാക്ഷനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് 2 ലോജിക്കുകൾ യൂസ് ചെയ്യാം. അവിടെ ഒന്നെങ്കിൽ ക്യാരി പ്രൊപ്പഗേഷൻ ആർഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാരി സേവ് ആർഡർ യൂസ് ചെയ്യാം. സോ ക്യാരി പ്രൊപ്പഗേഷൻ ആർഡർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അരിത്തമാറ്റിക് സം ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ക്യാരി പ്രൊപ്പഗേഷൻ ആർഡർ എന്ന് പറയുന്നത്. ക്യാരി സേവ് ആർഡർ ആണെങ്കിൽ അവിടെ 3 ഇൻപുട്ടുകളെ തമ്മിലായിരിക്കും ആഡ് ചെയ്യാം. 3 ഇൻപുട്ടുകളെ തമ്മിൽ ആഡ് ചെയ്യാം, എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സം എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, ഒരു ക്യാരി ഔട്ട്പുട്ടും കൂടെ വരുന്നുണ്ടായിരിക്കും. സോ അതാണ് ക്യാരി സേവ് ആർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒന്നുകിൽ ക്യാരി പ്രൊപ്പഗേഷൻ ആർഡർ യൂസ് ചെയ്യാം, CPI യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാരി സേവ് ആർഡർ യൂസ് ചെയ്യാം, CSI യൂസ് ചെയ്യാം. സോ ഇതിന്റെ ഫിഗേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്യാരി പ്രൊപ്പഗേഷൻ ആർഡർ ആണ്, രണ്ടാമത്തെ കേസിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്യാരി സേവ് ആർഡർ ആണ്. സോ ക്യാരി സേവ് ആർഡർ ആണെങ്കിൽ 3 ഇൻപുട്ട് ആയിരിക്കും വരുന്നത്, ക്യാരി പ്രൊപ്പഗേഷൻ ആർഡർ ആണെങ്കിൽ 2 ഇൻപുട്ട് ആയിരിക്കും വരുന്നത്, 2 ഇൻപുട്ട് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ദെൻ അതിന്റെ ഔട്ട്പുട്ട് വരുന്ന ഒരു അരിത്തമാറ്റിക് സം ആയിരിക്കും. ഇവിടെ ക്യാരി ഔട്ട് വരുന്നുണ്ട്. ദെൻ ക്യാരി സേവ് ആർഡർ ആണെങ്കിൽ ഇവിടെ എന്ത് വരുന്നുണ്ട്, ഇവിടെ 3 ഇൻപുട്ടുകളാണ്, 3 ഇൻപുട്ട് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ക്യാരി വെക്ടർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബിറ്റ് വൈസ് ഒരു സമ്മും ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ക്യാരി വെക്ടറിനെയും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 2 ലോജിക്കുകൾ ഏതെങ്കിലും ലോജിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹൈ സ്പീഡ് അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലോജിക്കാണ് ഈ 2 എണ്ണവും. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് മൾട്ടിപ്ലൈ പൈപ്പ് ലൈൻ ഡിസൈൻ. സോ മൾട്ടിപ്ലൈ പൈപ്പ് ലൈൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി 2 8-bit ഇൻറ്റിജേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. സോ 2 8-bit ഇൻറ്റിജേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതായത് A × B = P, വേർ P എന്ന് പറയുന്നത് 16-bit പ്രോഡക്റ്റ് ആണ്. അതായത് ഈ ഏറ്റവും താഴെ തന്നിരിക്കുന്നതാണ് P എന്ന് പറയുന്നതാണ് പ്രോഡക്റ്റ്, 16-bit പ്രോഡക്റ്റ്. ഇന്റർമീഡിയറ്റ് ആയിട്ട് തന്നിരിക്കുന്ന P0, P1, P2, P3 അതിനെയൊക്കെ നമ്മൾ അതൊക്കെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റുകളാണ്, ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റുകളാണ് ഈ P0, P1, P2, P3 എന്നൊക്കെ പറയുന്നത് അപ് ടു P7 വരെ. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്നത് 2 8-bit ഇൻറ്റിജേഴ്സ് ആണ്. ഈ 2 8-bit ഇൻറ്റിജേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. കിട്ടുന്നത് റിസൾട്ട് എന്ന് പറയുന്ന ഒരു 16-bit പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്.
ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് S1 എന്ന് പറയുന്ന സ്റ്റേജ്. ഇവിടെ എല്ലാ പാർഷ്യൽ പ്രൊഡക്റ്റിനെയും ജനറേറ്റ് ചെയ്യുന്നത് ഈ S1 എന്ന് പറയുന്ന സ്റ്റേജ് ആയിരിക്കും. ഈ S1 എന്ന് പറയുന്ന സ്റ്റേജിലാണ് എല്ലാ പാർഷ്യൽ പ്രൊഡക്റ്റുകളെയും ജനറേറ്റ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ CSA ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ CSIs ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ ഇവിടെ CSA ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത് CSA ആണ്. അതിന് ഫോർത്ത് സ്റ്റേജിലാണ് ഇവിടെ CPA യൂസ് ചെയ്യുന്നത്. സോ ഫൈനലി കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് റിസൾട്ട് ആയിരിക്കും. P is equal to A into B. ഓക്കെ, CSA എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാരി സെവ് ആർഡർ ആണ്. CPA എന്ന് പറയുന്നത് ക്യാരി പ്രൊപ്പഗേറ്റ് ആർഡർ ആണ്. സോ ക്യാരി പ്രൊപ്പഗേഷൻ ആർഡർ ആണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആണ് 16 ബിറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. സോ രണ്ട് 8 ബിറ്റിനെ തമ്മിൽ 8 ബിറ്റ് നമ്പേഴ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ജനറേറ്റ് ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് റിസൾട്ട് ആയിരിക്കും. ഓക്കെ, സോ അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ, അതായത് മൾട്ടിപ്ലൈ പൈപ്പ്ലൈൻ ഡിസൈൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു എക്സാമ്പിൾ, അതായത് ഈ ഒരു എക്സാമ്പിളിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് പിക്ചോറിയൽ ആയിട്ട് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി അരിത്തമാറ്റിക് പൈപ്പ്ലൈൻ ഡിസൈൻ. സോ അരിത്തമാറ്റിക് പൈപ്പ്ലൈൻ ഡിസൈനിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് അഡീഷനും ഫ്ലോട്ടിംഗ് പോയിന്റ് ഈ ഒരു ഓപ്പറേഷനും പിന്നെന്താണ് ഇന്റിജർ ഓപ്പറേഷൻസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത്, അരിത്തമാറ്റിക് പൈപ്പ്ലൈൻ്റെ ഡിസൈൻ വരുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇന്റിജർ ഓപ്പറേഷൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.